നമ്മൾ എല്ലാവർക്കും പ്രിയങ്കരനായിരുന്ന സംഗീതജ്ഞൻ കെ.ജി. ജയൻ അന്തരിച്ചു എന്നുള്ള വാർത്തയാണ് രാവിലെ എത്തിയത്. തൃപ്പൂണിത്തുറയിലെ വീട്ടിലായിരുന്നു അന്ത്യം. 90 വയസ്സായിരുന്നു. 63ാമത്തെ സംഗീത വർഷത്തിലേക്ക് കടന്ന സാഹചര്യത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. അദ്ദേഹത്തിൻ്റെ നവതി ആഘോഷം അല്പം മുമ്പാണ്, കുറച്ച് ദിവസങ്ങൾ മുമ്പാണ് നടന്നതും. നിരവധി ഭക്തിഗാനങ്ങൾക്കും ചലച്ചിത്ര ഗാനങ്ങൾക്കും ഈണം നൽകിയിട്ടുണ്ട്. ശ്രീകോവിൽ നട തുറന്നു, നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി തുടങ്ങി നിരവധി ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെതായി നമ്മളുടെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്ത്യം അത് ഇന്ന് രാവിലെ സംഭവിച്ചു. മനോജ് കെ ജയൻ അദ്ദേഹത്തിൻ്റെ മകനാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ കൊച്ചിയിൽ ചേരുന്നുണ്ട്. തൃപ്പൂണിത്തുറയിലെ വീട്ടിലായിരുന്നു അന്ത്യമെന്ന് മനസ്സിലാക്കുന്നു. ആജ്ഞ, എന്തായിരുന്നു? എന്തെങ്കിലും അസുഖമുണ്ടായിരുന്നോ അതോ വാർദ്ധക്യ സഹജമായിട്ടുള്ള രോഗങ്ങളെ തുടർന്നുള്ള മരണമായിരുന്നു? പ്രശസ്ത സംഗീതജ്ഞൻ കെ.ജി. ജയൻ അന്തരിച്ചിരിക്കുന്നത്. എന്റെ സൂചിപ്പിച്ചതുപോലെ തൃപ്പൂണിത്തുറയിലെ വീട്ടിലായിരുന്നു സജീവ് സി വാര്യർ കൂടി ചേരുന്നുണ്ട്. വിശദാംശങ്ങളെ സജീവ്, ഈ സംഗീത ലോകത്ത് ജയവിജയൻ, ആ സഹോദരങ്ങളുടെ പേര് അത് സംഗീത ആസ്വാദകർക്ക് മറക്കാൻ കഴിയില്ല എന്നറിയാം. പ്രത്യേകിച്ചും ഈ വേദികളിൽ അതിലേറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ ഭക്തിഗാനങ്ങളാണ് അതിലേറ്റവും പ്രിയപ്പെട്ടതായിരുന്നത് ഇരുവർക്കും. അപ്പോൾ അങ്ങനെ ശ്രീകോവിൽ നട തുറന്നു എന്നുള്ള സന്നിധാനത്ത് നട തുറക്കുമ്പോൾ ഇപ്പോഴും കേൾക്കുന്ന ആ പാട്ട് ഈണം നൽകി സംഗീത ലോകം എത്രമാത്രം വലിയൊരു നഷ്ടമാണ് ഈ കെ.ജി. ജയന്റെ വിയോഗം? സത്യത്തിൽ കെ.ജി. ജയൻ ജയവിജയ എന്ന പേരിൽ തന്നെ അറിയപ്പെടുകയും വളരെ ചെറിയ കാലത്ത് മരിച്ചുപോയ സഹോദരന്റെ വിയോഗത്തിന് ശേഷവും ആ രണ്ടുപേരുടെയും നാമം ഒന്നിച്ച് കൊണ്ടു നടക്കുകയും ചെയ്ത ഒരു വലിയ സംഗീതജ്ഞനായിരുന്നു. ഇരുവരും ട്വിൻസ് ആണ്. രണ്ടുപേരും ഇരട്ടകളായി ജനിക്കുകയും 6ാം വയസ്സിൽ തൊട്ട് സംഗീതം പഠിക്കുകയും പിന്നീട് സ്വാതിരുന്നാൾ കോളേജില് വലിയ നല്ല ഫസ്റ്റ് ക്ലാസ്സോടെ ഗാനഭൂഷണം പാസ്സാവുകയും ഒക്കെ ചെയ്ത ആളാണ് അദ്ദേഹം. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് അവസാനത്തെ ഗാനം അദ്ദേഹം സംഗീത സംവിധാനം ചെയ്തത് എന്നാണ് എനിക്ക് അറിയാവുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം. സുന്ദരം പാടിയ ഗാനം, പൂർണ്ണത്രയീശനെ കുറിച്ചുള്ള ഗാനമാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം റെക്കോർഡ് ചെയ്തതെന്നാണ് വിവരം. എന്തായാലും അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ കൂടി സംഗീതത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും യുവത്വം സൂക്ഷിക്കുന്ന ഒരു സംഗീത സംവിധായകനായിരുന്നു. ഗായകൻ എന്ന നിലയിൽ തന്നെയാണ് ആദ്യകാലത്ത് അദ്ദേഹം പ്രശസ്തനായിരുന്നു. സംഗീത സംവിധായകർ എന്ന രീതിയിൽ രണ്ടുപേരും വലിയ തോതിൽ ശ്രദ്ധയാകർഷിച്ചു. പ്രത്യേകിച്ചും 70കളിലാണ് ജയവിജയ കൂട്ടുകെട്ട് വലിയ തോതിൽ ഒരു തരംഗമായി മാറിയത്. ശാസ്ത്രീയ സംഗീതത്തെ, കർണാടക സംഗീതത്തെ എങ്ങനെയാണ് ജനകീയമാക്കുക എന്നതുകൂടി മനസ്സിലാക്കി തരുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ പ്രകടനം, വേദികളിലുള്ള പ്രകടനം എല്ലാം തന്നെ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ സഹോദരന്റെ നിര്യാണത്തെ തുടർന്ന ഭക്തിഗാനങ്ങളിലേക്ക് മാത്രമായി ഒതുങ്ങിപ്പോവുകയായിരുന്നു ഒരുപക്ഷെ കെ.ജി. ജയൻ എന്നാണ് നമുക്ക് ഇത്രയും കാലത്തെ അദ്ദേഹത്തിന്റെ സംഗീത ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജയവിജയ എന്ന പേരിൽ തന്നെ അറിയപ്പെടുന്ന സഹോദരന്റെ കൂടി അദൃശ്യ സാന്നിധ്യം വേദികളിലും അതുപോലെ തന്റെ സംഗീത സംവിധാന രംഗത്തുമെല്ലാം തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹം മനസ്സിൽ അങ്ങനെ സൂക്ഷിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സജീവ്, ഈ മനോജ് കെ ജയൻ അദ്ദേഹത്തിന്റെ മകനാണ്, അതറിയാം. ഈ അവസാന കാലത്തെ ചില ചിത്രങ്ങൾ കണ്ടിരുന്നു. അതിൽ അല്പം അവശനായിരുന്നു അദ്ദേഹം. മറ്റെന്തെങ്കിലും അസുഖങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നോ? ഇനിയൊപ്പം തന്നെ ഈ ഇപ്പോൾ നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ ശ്രീകോവിൽ നട തുറന്നു എന്നുള്ള ആ ഗാനമൊക്കെ അത് അത്ര അനശ്വരമായി നിൽക്കുന്ന ഗാനമാണ്. നക്ഷത്രദീപങ്ങൾ തിളങ്ങി അത് മറ്റൊന്ന്. ഈ സംഗീതത്തിൽ ഒരു ക്ലാസിക്കൽ സംഗീതത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ശാഖയിലൂടെ ചലച്ചിത്ര സംഗീതത്തിലും മനോഹരമായി അതിനെ അപ്ലൈ ചെയ്ത ഒരു സംഗീതജ്ഞൻ, അദ്ദേഹത്തിൻ്റെ വിടവാങ്ങലാണ്. അപ്പോൾ ഈ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ചലച്ചിത്ര ഗാനങ്ങൾ ഓർത്തെടുക്കാൻ കഴിയുമോ? ഏറ്റവും പ്രധാനം നക്ഷത്രദീപങ്ങൾ തിളങ്ങി എന്ന ഗാനം തന്നെയാണ്.
അത് അക്കാലത്ത് വലിയ തരംഗമായി മാറുകയും. സജി ഒരു നിമിഷം ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഗായകൻ ഗണേഷ് സുന്ദരം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ ഗണേഷ് സുന്ദരം, രാവിലെ അത്ര നല്ല വാർത്തയല്ല, ശുഭകരമായിട്ടുള്ള വാർത്തയല്ല KG ജയന്റെ അന്ത്യം, അദ്ദേഹത്തിന്റെ നിര്യാണം. എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർത്തത്? ഏറ്റവും ഒടുവിൽ അദ്ദേഹവുമായി പ്രവർത്തിച്ചിരുന്നു, അദ്ദേഹത്തിന്റെ പ്രൊജക്റ്റിൽ പങ്കാളിയായിരുന്നു എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് അദ്ദേഹം കമ്പോസ് ചെയ്ത ഏറ്റവും അവസാനത്തെ ഗാനം ഞാനാണ് പാടിയെന്നാണ് എൻ്റെ ഒരു തോന്നല്. എന്നെ സംബന്ധിച്ച് പിതൃതുല്യനായിട്ടുള്ള ഗുരുനാഥനായിരുന്നു അദ്ദേഹം. വളരെയധികം ഗാനങ്ങൾ പാടാനുള്ള മഹാഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അതിനപ്പുറം ഞങ്ങളൊക്കെ ദൈവതുല്യം കണ്ടിരുന്ന ഒരു സംഗീതജ്ഞനായിരുന്നു. കുട്ടിക്കാലത്ത് അദ്ദേഹത്തിന്റെ ശബരിമല സമയങ്ങളിൽ കെട്ടുനിറയ്ക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ പാട്ടുകളാണ് ശരണം വിളിയേക്കാൾ കൂടുതലായിട്ട് ഏറ്റുപാടി ഭക്തി നിർഭരമായിട്ട് യാത്ര പോയിരുന്നത്. അപ്പോൾ ആ ഒരു ഓർമ്മയിലാണ് എപ്പോഴും ഒരു ഈശ്വരതുല്യനായിട്ടുള്ള ഒരു സംഗീതജ്ഞനായിട്ട് അവർ രണ്ടുപേരെയും മനസ്സിൽ കരുതിയിരുന്നത്. പിന്നീട് അതിന് ശേഷം സാറുമായിട്ടൊക്കെ വളരെയധികം പാട്ടുകൾ പാടി അദ്ദേഹത്തിന്റെ പാട്ട് പാടാനുള്ള അവസരം ഉണ്ടായി എന്നതിനപ്പുറം വളരെ ഒരു ആത്മബന്ധം ഉണ്ടായി വന്നതാണ്. ഒരു മകനെ പോലെ കരുതിയിരുന്നതാണ് എന്നെ അദ്ദേഹം. അത്ര കണ്ട് ഒരു അടുപ്പം ഉണ്ടായിരുന്ന ഒരു സംഗീതജ്ഞൻ വേറെ എന്നെ സംബന്ധിച്ചില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കൂടെ അദ്ദേഹത്തെ കാണാൻ പോയിരുന്നു, വിവരങ്ങൾ അന്വേഷിച്ചിരുന്നു. അദ്ദേഹത്തിന് കഴിഞ്ഞ അവസാന സമയത്ത് ചില ചിത്രങ്ങൾക്ക് വളരെ അവശനായിരുന്നു. എന്നാണ് ഏറ്റവും ഒടുവിൽ ആ പാട്ട് ചെയ്തത് നിങ്ങൾ ഒരുമിച്ച്? ഞങ്ങളൊരു 90കളുടെ അവസാനം 2000 തുടക്കത്തിൽ ആ ഒരു 10 വർഷത്തോളം കാലമാണ് സാറുമായിട്ട് കൂടുതൽ വർക്കുകൾ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായത്. അല്ല, ഏറ്റവും ഒടുവിൽ ചെയ്തത് ഏത് വർഷമായിരുന്നു? ഇപ്പൊ ഈ കഴിഞ്ഞ ചിങ്ങമാസത്തിൽ ഒരു വർക്ക്, ഒരു പാട്ട്, ഒരു സോപാന കീർത്തനം ചെയ്തിരുന്നു. ശ്രീപൂർണ്ണത്രയീശനെ സ്തുതിച്ചുകൊണ്ട് ഒരു സോപാന കീർത്തനം. ആ സമയം അദ്ദേഹം എങ്ങനെയായിരുന്നു? പൂർണ്ണ ആരോഗ്യവാനായിരുന്നോ അല്ലെങ്കിൽ അവശതകൾ ഉണ്ടായിരുന്നോ? പൂർണ്ണ ആരോഗ്യം എന്ന് പറയാൻ വയ്യ. ചെറിയ ഓർമ്മക്കുറവൊക്കെ ചെറുതായിട്ടുണ്ടായിരുന്നു. എങ്കിലും അദ്ദേഹം സംഗീതം ചെയ്യാനുള്ള ഒരു ആവേശം എന്ന് പറയുന്നത് 10 മടങ്ങായിരുന്നു മുമ്പത്തേക്കാൾ എന്ന് തോന്നിപ്പോയി. അദ്ദേഹം പാട്ട് ഒരു ലിറിക്ക് കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോ 2-3 ദിവസമൊക്കെ ആവും കേട്ടോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാനും ലിറിസിസ്റ്റ് ബൽറാമും കൂടെ ഇതുകൊണ്ട് കൊടുത്ത് ഞാൻ തിരിച്ചു വീട്ടിലെത്തിയപ്പോ തന്നെ സാർ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പല്ലവി ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് കേട്ടു നോക്കുമെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ സാറ് പാടി കേൾപ്പിക്കുകയും ഉടനെ തന്നെ ഞാൻ തിരിച്ച് സാറിന്റെ വില്ലയിലേക്ക് പോയിട്ട് പാട്ട് പഠിച്ച് റെക്കോർഡ് ചെയ്തെടുക്കുകയും ചെയ്യാണ് ഉണ്ടായത്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു സാറിന്. ആയതുകൊണ്ട് സ്റ്റുഡിയോയിലേക്കൊന്നും വരണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷെ സാറിന് അത്ര അധികം ആവേശമായിരുന്നു. അപ്പോൾ ഒരു റീജുവനേഷൻ പോലെയാണ് സാറിനെ സംബന്ധിച്ച് അത് ഉണ്ടായതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് സാറ് വന്നു. ഞങ്ങള് അദ്ദേഹത്തെ വീൽ ചെയറിലൊക്കെ ആക്കിയിട്ട് സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി റെക്കോർഡിങ്ങിന് ഞാൻ പാടുന്നത് സാറിന്റെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു. സാറിന്റെ നിർദ്ദേശപ്രകാരം തന്നെ പാടി തീർത്തു. വലിയ ഓർമ്മകളാണ്. മനസ്സിലായി. ശ്രീ ഗണേഷ്, താങ്കളുടെ ഒരു ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, അദ്ദേഹം ഈ റെക്കോർഡിംഗ് സ്റ്റുഡിയോകളിൽ എങ്ങനെയാണ്? വളരെ കർക്കശക്കാരനായിട്ടുള്ള സംഗീതജ്ഞനാണ്. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു രീതി? നമുക്ക് അദ്ദേഹത്തിന്റെ മുഖഭാവം കണ്ടാൽ ചിലപ്പോൾ അങ്ങനെ തോന്നും. പക്ഷെ വളരെ എന്താ പറയാ, തമാശ നിറഞ്ഞ ഒരു റെക്കോർഡിംഗ് സെഷൻ ആയിരിക്കും സാറിന്റെ. വല്ലാതെ നമ്മളെ ചിരിപ്പിച്ച് എല്ലാ ആർട്ടിസ്റ്റിനും അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ് സാറിന്. അല്ലാതെ ഭയങ്കര നിർബന്ധ ബുദ്ധിയോടുകൂടി റെക്കോർഡിംഗ് കൊണ്ടുപോകുന്ന ഒരാളേ ആയിരുന്നില്ല. അത് വളരെ വിട്ടുവീഴ്ചയൊക്കെ ചെയ്യുന്ന ആളാണ്. അങ്ങനെ വളരെ ലിബറൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു സാർ. വളരെ നന്ദി ശ്രീ ഗണേഷ് സുന്ദരം പ്രതികരിച്ചതിന്. പ്രമുഖ സംഗീതജ്ഞൻ KG ജയൻ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. തൃപ്പൂണിത്തുറയിലെ വീട്ടിലായിരുന്നു അന്ത്യം. 63 വർഷങ്ങൾ നീണ്ട സംഗീത ജീവിതത്തിനാണ് ഇപ്പോൾ അവസാനമായത്. ആജ്ഞ രവീന്ദ്രൻ കൊച്ചിയിൽ നിന്ന് തുടരുന്നുണ്ട്. ആജ്ഞ, ഈ സംസ്കാരം സംബന്ധിച്ചോ അത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് എത്തിയോ? വീട്ടുകാർ, കുടുംബാംഗങ്ങൾ എന്തെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ? എന്തോ അത്തരം ഒരു കാര്യങ്ങൾ തീരുമാനിക്കാൻ ഉള്ള സാഹചര്യമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് രാവിലെ ആണ് അദ്ദേഹം
തൃപ്പൂണിത്തുറയിലെ വീട്ടിൽ വെച്ച് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. എന്തോ സൂചിപ്പിച്ചതുപോലെ ഈ കഴിഞ്ഞ ഡിസംബറിലായിരുന്നു അദ്ദേഹത്തിന്റെ നവതി ആഘോഷങ്ങൾ കഴിഞ്ഞത്. അതുപോലെ തന്നെ സംഗീതത്തിന്റെ 63-ാം വർഷവും പൂർത്തീകരിച്ചു കഴിഞ്ഞിരുന്നു. അതുപോലെ വിജയൻ എന്ന ഇരട്ട സഹോദരന്റെ പേര് കൂടി ചേർത്ത് ജയവിജയ എന്ന പേരിലായിരുന്നു KG ജയനും അദ്ദേഹത്തിന് ഇരട്ട സഹോദരനും കർണാടക സംഗീതത്തിലൂടെ ഗാനരംഗത്തേക്കുള്ള സംഭാവനകൾ, തുടർന്നത് സിനിമാ ഗാനങ്ങളിലേക്കും ലൈറ്റ് സംഗീതത്തിലേക്കും അതുപോലെ തന്നെ ഭക്തിഗാനത്തിലേക്കും ഒക്കെ മാറുകയായിരുന്നു. നടൻ ജോസ് പ്രകാശാണ് ജയവിജയ എന്നുള്ള പേര് ആക്കി ഈ രണ്ട് ഇരട്ട സഹോദരന്മാരുടെ പേര് ചേർത്ത് ജയവിജയ എന്നൊരു പേരാക്കി മാറ്റിയത്. ഈ കൂട്ടുകെട്ട് പിന്നീട് ഈ തെക്കേ ഇന്ത്യ മുഴുവൻ അലയടിച്ച ഗാനങ്ങളിലൂടെ കൂടുതലും ഭക്തി ഗാനങ്ങൾക്കായിരുന്നു പ്രാമുഖ്യം നൽകിയിരുന്നതെങ്കിലും നിരവധി സിനിമാ ഗാനങ്ങളും അതുപോലെ തന്നെ മറ്റ് ആൽബങ്ങളും ഒക്കെ ഈ കൂട്ടുകെട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. അതേസമയം 1988 KG വിജയൻ അന്തരിക്കുന്നത്. അതിനുശേഷം തനിച്ചായിപ്പോയെങ്കിലും അദ്ദേഹം തന്നെ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, തന്റെ ഇതില് സംഗീത സംവിധാനത്തിലൊക്കെ ഈ സഹോദരന്റെ അദൃശ്യ സാന്നിധ്യമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ആ കൂട്ടുകെട്ട് തന്നെയാണ് ഇപ്പോഴും തന്നെ സംഗീതത്തിന്റെ കൂടുതൽ മേഖലകളിലേക്ക് തന്നെ നയിക്കുന്നത് എന്ന് അദ്ദേഹം വളരെ പറയുകയുണ്ടായിരുന്നു. പ്രസക്തമായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു സംഗീത ജീവിതം. ആജ്ഞ തുടരുക. ഗായകൻ ദേവാനന്ദ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ദേവാനന്ദ്, KG ജയന്റെ മരണം അറിഞ്ഞു കാണും എന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹത്തെ എങ്ങനെയാണ് ഓർത്തെടുക്കുക? മലയാള ഭക്തി സംഗീത രംഗത്തെ ചക്രവർത്തി എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കേണ്ടത്. കാരണം അദ്ദേഹം ഭക്തി സംഗീതത്തിന് വന്നിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇനിയൊരു വ്യക്തിക്ക് അത് നൽകാൻ സാധിക്കുമെന്നറിയില്ല. അത്രയും അയ്യപ്പന്റെ ഭക്തിഗാനങ്ങളാണെങ്കിലും ഗുരുവായൂരപ്പന്റെ ആണെങ്കിലും മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഭക്തി എന്നുള്ള ആ ഒരു വിഷയത്തില് ഇദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അതാണ് ഏറ്റവും വലിയ കാര്യം. ഈവൻ സിനിമാ രംഗത്ത് അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്. ട്രാക്കുകൾ പാടിയിട്ടുണ്ട്, സ്ട്രൈക്ക് ആയിട്ടുള്ള സോങ്സ് ചെയ്തിട്ടുണ്ട്, ഷോസ് ചെയ്തിട്ടുണ്ട്. എന്റെ അച്ഛനും അദ്ദേഹമായിട്ട് അത്രയും അടുപ്പമുള്ള വ്യക്തികളായിരുന്നു. അപ്പം അത്രയും ലാഘവത്തോടെയാണ് ഓരോ കമ്പോസിഷൻ. ഇപ്പൊ ഞങ്ങൾ കമ്പോസിംഗ് ഇരിക്കുന്ന സമയത്താണെങ്കിൽ അദ്ദേഹം തന്നെ ചോദിക്കും, നിനക്ക് എന്ത് രാഗത്തിലാണ് ചെയ്യേണ്ടത്? കലർപ്രിയ എന്ന് പറഞ്ഞാൽ ഒരു കാപ്പി എന്ന് പറഞ്ഞാൽ ഇപ്പൊ റെഡിയാണ്. അതൊരു ഒരു ഒരു വല്ലാത്തൊരു മാജിക് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഒരു കമ്പോസിഷൻ എന്ന് പറയുന്നത്. ഒട്ടും പ്രത്യേകിച്ച് അദ്ദേഹം പഠിച്ചു വന്ന രീതിയിൽ ചന്ദ്രസ്വാമിയുടെ ശിഷ്യൻ എന്നുള്ള രീതിക്കും കർണാടക സംഗീതത്തിലുള്ള അദ്ദേഹത്തിന്റെ അവഗാഹം എന്നുള്ള രീതിക്കും എല്ലാം തന്നെ ഒരു തീരാ നഷ്ടം എന്നൊന്നും അല്ല, അതിനേക്കാൾ ഉപരിയാണ് അദ്ദേഹത്തിന്റെ നഷ്ടം നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. എന്തായാലും ശ്രീ ദേവാനന്ദ് എത്ര തവണ പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തോടൊപ്പം? അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ചിട്ടില്ല, മീൻസ് പാട്ടിൽ പ്രൊജക്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്റെ പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ട്രാക്സ് ആണ് ജയേട്ടന്റെ ഉണ്ണിയേട്ടന്റെ ഒക്കെ ട്രാക്കാണ് ആദ്യം പാടിയിട്ടുള്ളത്. അപ്പം അതാണ് എന്റെ റെക്കോർഡിങ്ങിൽ ആദ്യം തുടങ്ങിയിരിക്കുന്നത്. ശരിക്കും ജയമാഷിന്റെ ട്രാക്കുകളാണ് ആദ്യം പാടിയിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഓപ്പൺ ആയിട്ട് പാടുന്ന ഒരു ആളാണ്. ഞങ്ങളുടെ കൂടെ തന്നെ ഇപ്പൊ പാട്ട് പറഞ്ഞു തരാനാണെങ്കിലും അതിന്റെ കൂടെ പാടിക്കാനാണെങ്കിലും കൂടെ ഒരുമിച്ച് കോറസ് ഉൾപ്പെടെയുള്ളത് പാടാനാണെങ്കിലും ഒക്കെ ഒരു മറ്റുള്ളവരോടുള്ള ഒരു വലിയൊരു സ്നേഹം, പ്രത്യേകിച്ച് എന്നോടൊക്കെ ഒരു പ്രത്യേക ഓരോ പാട്ടുകാരോടും തന്നെ പുതിയ പാട്ടുകാരോടും എല്ലാവരോടും തന്നെ ഒരുപോലെ എല്ലാവരോടും സ്നേഹം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഒരിക്കലും മറക്കാൻ പറ്റില്ല. എന്തായാലും ഇപ്പോൾ ആദ്യം ശ്രീ ഗണേഷ് സുന്ദരം സൂചിപ്പിച്ചതുപോലെ ഈ മുഖഭാവം കണ്ടാൽ ഒരു പക്ഷേ പരിചിതരല്ലാത്തവർക്ക് തോന്നും വളരെ കർക്കശക്കാരനാണ് എന്ന്. അങ്ങനെയല്ല അദ്ദേഹം റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ നിന്ന് ഗണേഷ് സുന്ദരൻ പറയുകയുണ്ടായി. താങ്കൾക്ക് ഒരു അനുഭവമാണോ? തീർച്ചയായിട്ടും അദ്ദേഹം കാണുമ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഇത്തിരി പേടിയാവും. പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള, അതായത് ഒരു ഇത്രയും പ്രായമുള്ള ഒരു വ്യക്തി എന്നുള്ളൊരുപരി ഒരു 18 വയസ്സുള്ള ചെറുപ്പക്കാരൻ വന്നാൽ ആ 18 വയസ്സുള്ള ചെറുപ്പക്കാരനോട് എന്താ സംസാരിക്കേണ്ടത് അദ്ദേഹത്തിന് അറിയാം. അല്ലെങ്കിൽ ആ 18 വയസ്സുള്ള ചെറുപ്പക്കാരനോട് എങ്ങനെയാണ് ഒരു സംഗീത ഭാഷയിൽ അദ്ദേഹത്തിന്റെ നിന്ന് ഒരു പാട്ടുകാരനാണെങ്കിൽ ആ പ്രോത്സാഹിപ്പിച്ച് എങ്ങനെ പാടിച്ചു കൊണ്ടുവരണമെന്ന് വ്യക്തമായിട്ട് അറിയാം. അതൊരു വലിയ കഴിവാണ്. കാരണം സീനിയർ ആയിട്ടുള്ള ഒരാൾ വരുമ്പോഴത്തേക്ക് എപ്പോഴും അവരവരുടേതായ ചില സ്വഭാവ രീതികളായിരിക്കും. പക്ഷെ ഇതല്ല. ഭാഷ രീതി എന്ന് പറയുന്നത് ചെറുപ്പക്കാരനാണെങ്കിലും കുട്ടികളാണെങ്കിലും
അവരോട് എങ്ങനെയാണ് പറയേണ്ടതെന്നുള്ള രീതിക്കാണ് ഏറ്റവും അതാണ് ഒരു കമ്പോസറുടെ ഏറ്റവും വലിയ കഴിവെന്ന് പറയുന്നത്. ഒരു പാട്ടുകാരന്റെ ഏറ്റവും ഭംഗിയായിട്ട് ആ പാട്ടുകാരനെ എത്ര പ്രോത്സാഹിപ്പിച്ച് പാട്ടിയെടുക്കുക എന്നുള്ളതാണ് കമ്പോസറുടെ ഏറ്റവും വലിയ കഴിവെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം പഴയ ആൾക്കാരാകുമ്പം ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ധാർഷ്ട്യങ്ങളും ഒക്കെ ഉള്ളപ്പം എന്താ പാടാന്ന് ഒരു ദേഷ്യപ്പെടും ഒക്കെ, അങ്ങനെയൊന്നുമില്ല. അതെങ്ങനെ ഭംഗിയായിട്ട് പാടിച്ചെടുക്കാം, അതാണ് ഏറ്റവും വലിയ കഴിവെന്ന് പറയുന്നത്. ഈ അദ്ദേഹം ഈ കൂടുതൽ ഭക്തിഗാനങ്ങൾ അതിൽ കേന്ദ്രീകരിക്കുകയായിരുന്നു, പ്രത്യേകിച്ചും സഹോദരന്റെ മരണത്തിന് ശേഷമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്, അദ്ദേഹത്തെ കൂടുതൽ ഈ സംഗീത ശാഖയിൽ മലയാളത്തിന് അത്രമാത്രം ഒരു വിപുലമായ രീതിയിൽ നമ്മൾക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം അന്നത്തെ സമയത്ത് ഇപ്പൊ നക്ഷത്ര ദീപങ്ങള് അങ്ങനെയുള്ള പാട്ടുകളൊക്കെ കുറെ പാട്ടുകൾ ആരാരോ എന്നുള്ള താരാട്ട് പാട്ടുകൾ ഒക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്നത്തെ സമയത്ത് എന്ന് പറഞ്ഞാൽ ദേവരാജ മാഷ്, ദക്ഷിണാമസ്വാമി അങ്ങനെയുള്ള മഹാരഥന്മാർ ഒരുപാട് പേരുള്ളൊരു സമയമാണല്ലോ. അപ്പം ഒരു പക്ഷേ അതൊരു കോമ്പറ്റീഷൻ എന്നുള്ള രീതിക്ക് ഒരു ഒരു സാധ്യത ഒരുപാടുണ്ട്. ഇപ്പൊ ഈവൻ തമ്പി സാറ് തന്നെ പറയാറുണ്ടല്ലോ, വയലാറും ഭാസ്കർ മാഷും ഉള്ള സമയത്തുള്ള ആ ഒരു വിഷയം പറയാറുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ തന്നെ മാസ്റ്ററും ഒരുപാട് ഇഷ്യൂസ് അഭിമുഖീകരിച്ചിട്ടുണ്ടാവാം. പക്ഷെ ദൈവം അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള സ്ഥാനം എന്ന് പറയുന്നത് ഭക്തി സംഗീതത്തിന്റെ കൂട്ടത്തിലാണ്. അതിനൊരു പകരം വെക്കാനില്ലാത്ത ഒരു പ്രതിഭ എന്നുള്ളത് തന്നെ കിടക്കാം. പ്രത്യേകിച്ച് മയിൽപീലി പോലെയുള്ള പാട്ടുകളും അതൊക്കെ എനിക്ക് തോന്നുന്ന ഒരു ഭക്തിഗാന രംഗത്ത് അദ്ദേഹത്തിന്റെ പാട്ടില്ലാതൊരു ഭക്തിഗാനം വരെ ഉണ്ടാവില്ല, ഒരിക്കലും. മലയാളികളുടെ ഇതിൽ ഒരിക്കലും ഉണ്ടാവില്ല. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ശരി, നന്ദി ശ്രീ ദേവാനന്ദ് പ്രതികരിച്ചതിന്. ഇപ്പോൾ രവി മേനോൻ കൂടി ടെലിഫോൺ ലൈനിൽ. ശ്രീ രവി മേനോൻ, താങ്കൾക്ക് വ്യക്തിപരമായി അടുപ്പമുള്ള ഒരു ബന്ധം ഉണ്ടായിരുന്നോ കെ ജി ജയനുമായി? വർഷങ്ങളായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വിയോഗം അത് എങ്ങനെയാണ്, അദ്ദേഹത്തെ എങ്ങനെയാ അനുസ്മരിക്കുക ഈ സമയം? ശരിക്കും മലയാളികൾക്ക് ഒരു ഭക്തിഗാന സംസ്കാരം രൂപപ്പെടുത്തിയ ഒരു സംഗീത സംവിധായക സഖ്യം എന്ന് വേണമെങ്കിൽ പറയാം. ധാരാളം ലെജൻഡുകളായിട്ടുള്ള സംഗീത സംവിധായകർ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. സിനിമയിലും അല്ലാതെയൊക്കെ ആയിട്ട് ധാരാളം പാട്ടുകൾ സംഭാവന ചെയ്തിട്ടുള്ള ആളുകൾ. ജയനും വിജയനും ചേർന്ന് സൃഷ്ടിച്ചിട്ടുള്ള ഭക്തിഗാനങ്ങൾ അവരുടെ ഊർജം കൊണ്ടും അവയുടെ എന്താ പറയാ ഭക്തിയുടെ വളരെ ഊർജ്ജസ്വലമായിട്ടുള്ള ഒരു ഭാവമാണ് അവരുടെ പാട്ടുകളിലൊക്കെ നമുക്ക് കേൾക്കുക. ഇപ്പൊ എല്ലാ പാട്ടുകളും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വിഷ്ണുമായിൽ പിറന്ന, ശ്രീകോവിൽ നട തുറന്നു, അങ്ങനെ ധാരാളം പാട്ടുകൾ, അതിലൊക്കെ ഒരു ഊർജ്ജസ്വലതയുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി തരുന്ന പാട്ടുകളാണ്. പിന്നെ അല്ലാതെ തന്നെ സിനിമാ ഗാനങ്ങൾ, എനിക്ക് തോന്നുന്നു മലയാളത്തിൽ കേട്ടുള്ള ഏറ്റവും ആർദ്രമായിട്ടുള്ള സൂപ്പർ ഹിറ്റ് എന്നൊക്കെ പറയാവുന്ന പാട്ടുകളിലൊന്നായ ഹൃദയം ദേവാലയം. ആ പടം, അത് ഉൾക്കൊണ്ട പടം പുറത്തിറങ്ങിയിട്ട് പോലും ഇല്ല, പക്ഷെ അത് ഒരു തലമുറ മുഴുവൻ ഏറ്റുപാടിയ പാട്ടാണ്. അതുപോലെ നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി, പിന്നെ ധാരാളം സിനിമാ ഗാനങ്ങൾ, ലളിത ഗാനങ്ങൾ, എല്ലാ മേഖലകളും, സംഗീതത്തിന്റെ എല്ലാ മേഖലകളും, ശാസ്ത്രീയ സംഗീത കച്ചേരികളായാലും അതും, അങ്ങനെ സംഗീതത്തിന്റെ എല്ലാ മേഖലകളിലും. ഈവൻ അന്നത്തെ കാലത്ത് ഒരു ന്യൂ ജനറേഷൻ പാട്ടായിരുന്നു ഹിപ്പി 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 എന്ന് പറയുന്ന പാട്ട്. 70കളിൽ പുറത്തിറങ്ങിയിട്ടുള്ള അന്നത്തെ കാലത്തെ ഒരു പുതുതലമുറ പാട്ട്. അത്തരത്തിലുള്ള പാട്ടുകളും മാപ്പിള പാട്ടുകളും ഒക്കെ കമ്പോസ് ചെയ്തിട്ടുള്ള ആളാണ് ജയവിജയ. ശ്രീ രവി മേനോൻ, താങ്കൾ ഈ സംഗീത നിരൂപണത്തിൽ അത്രമാത്രം വർഷങ്ങളുടെ ഒരു പരിചയസമ്പത്തുകൊണ്ട് ചോദിക്കുകയാണ്, ഈ അദ്ദേഹത്തിൻ്റെ ഈ ജീവിത കാലയളവിൽ ഈ സഹോദരൻ്റെ വിയോഗം അതുമാത്രമായിരുന്നു ഈ ഭക്തിഗാനങ്ങളിലേക്ക് കൂടുതൽ കേന്ദ്രീകരിക്കാനുള്ള സാഹചര്യം ഒരുക്കിയത്? ജീവിച്ചിരുന്ന കാലത്ത് തന്നെയാണ് അവർ ഒരുമിച്ച് ഭക്തിഗാനങ്ങൾ ഒരുക്കിയിരുന്നത്. ചെമ്പൈ സ്വാമിയുടെ ശിഷ്യരാണ്. ചെമ്പൈ ഹൃദയം കൊണ്ട് അനുഗ്രഹിച്ച ശിഷ്യന്മാരാണ് രണ്ടുപേരും. അപ്പൊ അവര് തുടക്കം ശരിക്കും പറഞ്ഞ ഒരു മാപ്പിളപ്പാട്ടിലൂടെ ആയിരുന്നെങ്കിലും പിന്നീട് മലയാളികൾ അവര് പരിചിതരാകുന്നത് ഭക്തിഗാനങ്ങളിലൂടെയാണ്. പക്ഷെ വിജയന്റെ ആകസ്മികമായിട്ടുള്ള വിയോഗം യഥാർത്ഥത്തിൽ വലിയൊരു ആഘാതമായിരുന്നു തനിക്ക് എന്ന് ജയൻ മാഷ് പറയാറുണ്ട്. കാരണം പിന്നീട് ഒരു കച്ചേരി, അന്ന് നേരത്തെ രണ്ടുപേരും കൂടി ചെയ്യാമെന്ന് നാഗമ്പടം ക്ഷേത്രത്തിൽ ഏറ്റിരുന്ന ഒരു കച്ചേരി നടത്താൻ വേണ്ടി സംഘാടകർ വിളിച്ചപ്പോ ഒറ്റയ്ക്ക് ചെന്ന് കച്ചേരി നടത്താൻ അദ്ദേഹത്തിന് മടി തോന്നി. കാരണം അനിയൻ അല്ലെങ്കിൽ സഹോദരൻ കൂടെ ഇല്ലാതെ ആദ്യമായിട്ട് കച്ചേരി നടത്താൻ പോവുകയാണ്. ഇരട്ട സഹോദരന്മാരാണ്, ഏതാണ്ട് ചെറിയ വ്യത്യാസമേ ഉള്ളൂ, സമയത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ഒറ്റപ്പെടൽ അദ്ദേഹത്തിന് തോന്നിയിരുന്നു. അങ്ങനെ അത് പിന്മാറാൻ വേണ്ടി തീരുമാനിച്ചു. ഒരിക്കലും ഇനി കച്ചേരി രീതിയിലേക്ക് ഇല്ല എന്ന് പറയുന്ന ജയൻ മാഷെ അതിന്റെ സംഘാടകർ നിർബന്ധിച്ച് കച്ചേരിയിലേക്ക് കൊണ്ടുവരികയുണ്ട്. അതുപോലെ തന്നെ സംഗീത സംവിധാനം ഇനി ഒരുമിച്ച് സംഗീത സംവിധാനം ചെയ്യാൻ പറ്റില്ല എന്നോർത്ത് സംഗീത സംവിധാനത്തിൽ നിന്നും വിട പറയുന്ന ആ കാലഘട്ടത്തിലാണ് യേശുദാസ് സ്നേഹപൂർവ്വം നിർബന്ധിച്ച് മയിൽപീലി എന്ന് പറയുന്ന ആൽബം ചെയ്യിക്കുന്നത്. അങ്ങനെ ജയവിജയ എന്ന പേരിൽ തന്നെ സഹോദരന്റെ ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ട്
അദ്ദേഹം മയിൽപീലി പാട്ടുകൾ കമ്പോസ് ചെയ്യുന്നു. ആ പാട്ടുകളൊക്കെ ജനകീയമായി മാറുന്നു. ഓക്കെ. ഒപ്പം തന്നെ ശ്രീ രവി മേനോൻ, ഈ ചലച്ചിത്രം ലോകം, സിനിമാ രംഗം ഈ ഇത്രമാത്രം പാണ്ഡിത്യമുള്ള ഒരു സംഗീതജ്ഞന് അർഹിക്കുന്ന തരത്തിലുള്ള അവസരങ്ങൾ നൽകിയില്ല എന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ജയൻ മാഷോട് ഞാൻ ചോദിക്കുന്ന സമയത്ത് ജയൻ മാഷ് പറയാറുണ്ട് അതിൽ അദ്ദേഹത്തിന് അത്ര വലിയ നിരാശയില്ല. കാരണം അല്ലാതെ തന്നെ ഭക്തിഗാന ലോകത്ത് അവർ വളരെ തിരക്കിലായിരുന്നു. എല്ലാ അമ്പലങ്ങളിലും അതുപോലെ റെക്കോർഡിങ്ങുകളിലൊക്കെ സജീവമായിട്ടിരുന്ന ഒരു കാലമായിരുന്നു. അതുപോലെ ലളിത ഗാനങ്ങൾ ഉണ്ടായിരുന്നു, ഭക്തിഗാനങ്ങൾ. അങ്ങനെ അതുകൊണ്ട് സിനിമയിൽ കൂടുതൽ ചാൻസ് കിട്ടിയില്ല എന്ന് പറയുന്നത് വലിയൊരു ദുഃഖകരമായ അവസ്ഥയായിട്ട് അദ്ദേഹം ഒരിക്കലും കണ്ടിരുന്നില്ല. പക്ഷെ അപൂർവമായിട്ട് ചെയ്തിട്ടുള്ള സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള പാട്ടുകൾ അദ്ദേഹം ഇപ്പൊ ഉത്രാട രാത്രിയിൽ, ബാലേന്ദ്രവന്റെ ആദ്യത്തെ സിനിമയിലെ ഉത്രാട രാത്രിയിലെ പാട്ടുണ്ട്, വാണിജ്യറാം പാടിയ ഒരു പാട്ടുണ്ട്. അങ്ങനെ ധാരാളം പാട്ടുകൾ അവർ ചെയ്തിട്ടുള്ള ആ പാട്ടുകളെല്ലാം ഹിറ്റായി ഏകദേശം എന്നുള്ളതാണ്. ഇപ്പൊ നിറകുടത്തിലെ പാട്ടുകൾ ഒക്കെ ഹിറ്റായിരുന്നു. അതുകൊണ്ട് വലിയൊരു ദുഃഖകരമായ ഒരു അല്ലെങ്കിൽ ഒരു തിരിച്ചടിയായിട്ട് അവർ ഒരിക്കലും കണ്ടിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഈ അദ്ദേഹത്തിന്റെ കച്ചേരികൾ ഇപ്പം ഈ സംഗീതത്തിൽ അഗാധമായിട്ടുള്ള ജ്ഞാനമില്ലാത്തവരാണെങ്കിൽ പോലും ആ സംഗീതം ആസ്വദിക്കാൻ അദ്ദേഹത്തിന്റെ കച്ചേരിക്ക് മുന്നിൽ ഇരുന്നാൽ നമ്മൾ അത് പൂർത്തിയാകാതെ എഴുന്നേറ്റ് പോകില്ല എന്നിങ്ങനെ കേൾക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ കച്ചേരികൾ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ടോ? അവർ രണ്ടുപേരും ചേർന്നിട്ടുള്ള കച്ചേരികൾ എനിക്ക് കേൾക്കാനും ഭാഗ്യം ഉണ്ടായിട്ടില്ല. പക്ഷെ അന്ന് ആ കച്ചേരികൾ കേട്ടിട്ടുള്ള ആളുകൾ വളരെ ആവേശത്തോടു കൂടി അവയെ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. കാരണം രണ്ടുപേരും ഒരേ ശബ്ദത്തിൽ ഒരേ ഊർജ്ജസ്വലതയോട് കൂടിയിട്ട് പാടുന്ന ആ പാട്ടുകൾ, അതിൽ പലപ്പോഴും അദ്ദേഹം കച്ചേരികളിൽ ഈ ഭക്തിഗാനങ്ങൾ ശാസ്ത്രീയ ചിട്ടവട്ടങ്ങളോടുകൂടി ആലപിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ സാധാരണക്കാരിലേക്ക് പെട്ടെന്ന് എത്തി എന്നുള്ളതാണ്. അതുപോലെ തന്നെ സുപ്രഭാതങ്ങൾ, അയ്യപ്പ സുപ്രഭാതം, അങ്ങനെ ധാരാളം സുപ്രഭാത സ്തുതികൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, സന്ധ്യാസ്തുതികൾ ചെയ്തിട്ടുണ്ട്. അവയിലൊക്കെ അവരുടെ ഒരു സ്റ്റാമ്പ് ഉണ്ട്. ഇപ്പൊ ജയവിജയന്മാർ ചെയ്ത പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്കറിയാം ഇത് അവർ ചെയ്തതാണെന്ന്. ആ ഒരു അനുകരണം എന്ന് പറയുന്നത് ഇല്ല. മലയാളത്തിൽ ആ ഒരു വേറിട്ട വഴിയായിരുന്നു അവരുടെ. വളരെ നന്ദി ശ്രീ രവി മേനോൻ. മാധ്യമപ്രവർത്തകനും ഗാനനിരൂപകനുമാണ് രവി മേനോൻ. അദ്ദേഹമാണ് ഇപ്പോൾ KG ജയനെ അനുസ്മരിച്ചത്. എന്നാലും രാവിലെ അദ്ദേഹത്തിന്റെ മരണ വാർത്തയാണ് ആദ്യം തന്നെ ഈ ന്യൂസ് റൂമിലേക്ക് എത്തിയത്. ദുഃഖം നിറഞ്ഞ വാർത്തയിൽ തന്നെയാണ് മോർണിംഗ് ന്യൂസിന് ആരംഭിക്കേണ്ടി വന്നത്. എന്നാലും സംഗീതജ്ഞൻ KG ജയൻ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. ഏതാണ്ട് 63 വർഷക്കാലം സംഗീത ലോകത്ത് ആ സബരിയ അതിന് വിരാമമാവുകയാണ്. ഇവിടെ സജീവ് സി വാര്യർ തുടരുന്നുണ്ട്. സജീവ്, ഇപ്പോൾ ഇവരെല്ലാം സൂചിപ്പിച്ചതുപോലെ വളരെ സൗമ്യനായിട്ടുള്ള, അതേസമയം ഇപ്പോൾ കച്ചേരികളിൽ ഊർജ്ജസ്വലനായിട്ടുള്ള, ആരെയും വിസ്മയിപ്പിക്കുന്ന ഒരു സംഗീതജ്ഞൻ, അദ്ദേഹത്തിൻ്റെ വിയോഗം അത് വലിയ നഷ്ടമാണ്. അത് ഭക്തിഗാന ശാഖയ്ക്ക് മാത്രമല്ല സംഗീത ലോകത്തിന് ആകമാനം. അദ്ദേഹവുമായി നേരിട്ട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ താങ്കൾക്ക്? എന്തോ നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹവുമായി ഒന്നിച്ച് ഉണ്ടാവാൻ സാധിച്ചിട്ടുണ്ട്. അത്തരം സന്ദർഭങ്ങളിലും അദ്ദേഹത്തിന്റെ വളരെ സരസനായ ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഉള്ളത്. വളരെ സരസനായി കാണുമ്പോൾ, നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞ പോലെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ രൂപവും ഭാവമൊക്കെ കാണുമ്പോൾ കുറെ കൂടി ഒരു ഗൗരവമുള്ള പ്രകൃതമാണ് എന്ന് കരുതാമെങ്കിലും അദ്ദേഹം വളരെ സരസമായി സംസാരിക്കുകയും അതുപോലെ ഈ സംഗീതത്തിൽ അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം വളരെ ആഴത്തിലുള്ള പാണ്ഡിത്യമുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രാധാന്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സഹോദരന്മാർ രണ്ടുപേർ ചേർന്ന് പാടുന്ന കച്ചേരി വേദികളുണ്ടല്ലോ. അവിടെ നേരത്തെ നമ്മളിപ്പോ ഹൈദരാബാദ് ബ്രദേഴ്സ്, അതുപോലെ തൃശ്ശൂർ ബ്രദേഴ്സ്, അതുപോലെ രഞ്ജിനി ഗായത്രി, ഇപ്പോൾ ഭയങ്കര പ്രശസ്തരായിട്ടുള്ള രഞ്ജിനി ഗായത്രി, ഇങ്ങനെയുള്ള രണ്ടുപേർ ചേർന്ന് പാടുന്ന പാട്ടുകളുടെ ഒരു പ്രത്യേകത ഒരേ സംഗതി ഒരേപോലെ ഒരേ ഭാവത്തിൽ ഒരേ ശബ്ദത്തിൽ പാടിയില്ലെങ്കിൽ അത് അരോചകമായി തീരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവർ ഇരുവരും ചേർന്ന് പാടിയിരുന്ന കച്ചേരികളിലെല്ലാം തന്നെ സംഭവിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരേ ഊർജവും ഒരേ ശബ്ദവും ഒരേ ഭാവവും നിലനിർത്തിക്കൊണ്ട് ആദ്യാവസാനം 3.5-4 മണിക്കൂർ നീളുന്ന കച്ചേരികളാണ് നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത്തരം സംഗീത കച്ചേരികൾ കുറവാണ്. എങ്കിൽ കൂടി അക്കാലങ്ങളിൽ രാത്രിയിൽ വളരെ ദീർഘനേരം നിൽക്കുന്ന കച്ചേരികളിൽ ഒരേ ഊർജം നിലനിർത്താൻ, ആദ്യാവസാനം നിലനിർത്താൻ അവർക്ക് സാധിച്ചിരുന്നു. ഒരുപക്ഷെ കർണാടക സംഗീതത്തെ ജനകീയമാക്കുന്ന ഒരു പ്രക്രിയയ്ക്ക് വലിയ തോതിലുള്ള സംഭാവനകൾ നൽകിയ ആളുകളാണ് ജയവിജയന്മാർ. അവർ ആദ്യകാലങ്ങളിൽ ഈ വേദികൾ കൈയടക്കുക എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. ആ വേദിക്ക് മുമ്പിലിരിക്കുന്ന സദസ്സിനെ
അതിനൊപ്പം അവരുടെ മനോഭാവത്തിനൊപ്പം സഞ്ചരിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അവരുടെ ഒരു നേട്ടം. അതുകൊണ്ടാണ് 60കളുടെ അവസാനം 70കളിലുമൊക്കെ വലിയ തോതിലുള്ള ചലനമുണ്ടാക്കാൻ അവർക്ക് സാധിച്ചത്. അത് ആ തരത്തിലാണ് അവർ വേദികൾ വഴിയാണ് വലിയ തോതിൽ പ്രശസ്തരാകുന്നത്. പിന്നീടാണ് സംഗീത സംവിധാന രംഗത്തും വലിയ തരത്തിലുള്ള സംഭാവനകൾ ചെയ്യാൻ അവർക്ക് സാധിച്ചത്. പ്രത്യേകിച്ചും ചെമ്പൈ ഭാഗവതരുടെ ശിഷ്യർ എന്നുള്ള നിലയിൽ ഉള്ള അവരുടെ ഒരു പാണ്ഡിത്യത്തിന്റെ ലക്ഷണം ഒരുപക്ഷെ അവരുടെ പാട്ടുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. പാട്ടുകൾ കർണാടക സംഗീതത്തെ അടിസ്ഥാനമാക്കിയുള്ള പാട്ടുകൾ ആണ്. ഓരോ രാഗത്തെ ബേസ് ചെയ്ത് തന്നെ ചെയ്യുന്ന പാട്ടുകളാണ്. അപ്പം അന്യസ്വരങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താതെ കൃത്യമായ രാഗങ്ങൾ ചെയ്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഒരുപക്ഷെ ഈ ദക്ഷിണാമൂർത്തി സ്വാമി അടക്കമുള്ള ആളുകൾ സംഗീതം ചെയ്തിരുന്ന ഒരു കാലത്ത് തന്നെയാണ് അവരും വലിയ തോതിൽ ശോഭിക്കുകയുണ്ടായത്. ഈ വലിയ മഹാരഥന്മാർ, നേരത്തെ ഗണേഷ് സുന്ദരം പറഞ്ഞ പോലെ വലിയ മഹാരഥന്മാർ സംഗീതം ചെയ്തിരുന്ന കാലത്ത് അവർക്കൊപ്പം ശ്രദ്ധേയരാവാൻ സാധിച്ചു എന്നുള്ളതാണ് ജയവിജയന്മാരുടെ അവരുടെ കഴിവിന്റെ ഒരു അടയാളം. അവസാന കാലത്ത് ഈ 50ഓളം വയസ്സ് അകാലത്തിൽ അദ്ദേഹത്തിന് സഹോദരൻ മരിക്കുന്നു. അതിനുശേഷം അദ്ദേഹം സ്വന്തം സഹോദരൻ ഒപ്പം ഇരുന്നാണ് ഈ പാട്ടുകൾ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ പാട്ടുകൾ ചെയ്യുമ്പോഴും അതേ ഊർജ്ജസ്വലത നിലനിർത്താൻ ഇവർക്ക് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. 90ാം വയസ്സിലും ആ തരത്തിൽ അവസാനത്തെ പാട്ട് ചെയ്യുമ്പോഴും അതേ ഊർജം നിലനിർത്താൻ സാധിച്ചു എന്നത് ഒരുപക്ഷെ അധികം ആളുകൾക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യമല്ല. പ്രത്യേകിച്ചും ശബരിമല ഭക്തിഗാനങ്ങൾ, അതായത് അയ്യപ്പ ഭക്തിഗാനങ്ങളുടെ ഭാഗത്തുനിന്ന് ഇവരുടെ രണ്ടുപേരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അതായിരുന്നു ഏറ്റവും വലിയ സംഭാവന. അതുകൊണ്ട് തന്നെയാണ് ശ്രീകോവിൽ നടന്നു വന്ന ഗാനം ആദ്യം, അതായത് ശ്രീകോവിൽ തുറക്കുമ്പോൾ ആ ഗാനം കേട്ടുകൊണ്ടാണ് ഓരോ ദിവസവും ശബരിമല സന്നിധാനം ഉണരുന്നത്. ആ തരത്തിൽ ഉള്ള ഒരു അംഗീകാരം അദ്ദേഹത്തിന്റെ ഗാനങ്ങൾക്ക് ലഭിച്ചിരുന്നു എന്നുള്ളതാണ് പ്രധാനം. പത്മശ്രീ അടക്കമുള്ള പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആ തരത്തിൽ ഒരുപക്ഷെ മകനെ സംഗീതജ്ഞനായി വളർത്തിയെടുക്കാൻ കഴിയാതിരുന്നതിൽ അദ്ദേഹത്തിന് ദുഃഖമുണ്ടായിരുന്നോ എന്ന് അറിയില്ല. എങ്കിലും നല്ല ശബ്ദവും നല്ല ശാരീരവും നല്ല സംഗീത ജ്ഞാനവുമുള്ള മകൻ അഭിനയ രംഗത്ത് ശോഭിക്കുന്നതിൽ അദ്ദേഹത്തിന് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് എനിക്ക് വ്യക്തിപരമായി അറിയാൻ സാധിച്ചിട്ടുള്ളത്. സജി സി വാര്യരാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. സംഗീതജ്ഞൻ KG ജയൻ അന്തരിച്ചു. ഇപ്പോൾ സജി സൂചിപ്പിച്ചതുപോലെ മനോജ് കെ ജയനാണ് മകനാണ്. 90 വയസ്സായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ അത് ഇപ്പോഴും മലയാളികൾക്ക് ഓർമ്മിച്ചെടുക്കാൻ കഴിയുന്ന ഒരുപാട് ഗാനങ്ങൾ. ശ്രീകോവിൽ നട തുറന്നു എന്നുള്ള ഗാനം ഇപ്പോഴും ശബരിമല സന്നിധാനത്ത് ശ്രീകോവിൽ തുറക്കുമ്പോൾ കേൾക്കുന്ന ആദ്യ ഗാനം അതുതന്നെയാണല്ലോ. അപ്പോൾ നിരവധി അംഗീകാരങ്ങൾ നേടിയ സംഗീതജ്ഞന് പ്രണാമമർപ്പിക്കുന്നു. യൂട്യൂബിലും ഫേസ്ബുക്കിലുമൊക്കെ ഒരുപാട് പ്രേക്ഷകർ അദ്ദേഹത്തിന് പ്രണാമമർപ്പിക്കുന്നുണ്ട്, ആദരാഞ്ജലികൾ അർപ്പിക്കുന്നുണ്ട്.